കമ്മ്യൂണിറ്റി യൂത്ത് സർവേഴ്സ് ഫോറം പൊന്നാനി വിദ്യ 2026 എന്ന പേരിൽ അനുമോദന ചടങ്ങും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. SSLC +2 വിദ്യാർത്ഥികൾക്കായി MI ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനീർ ഹുദവി കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. വിശ്വപ്രശസ്തരായ ഒരുപാട് ആളുകളെ കൊണ്ട് കേളി നിറഞ്ഞു പോയ ഒരു സ്ഥലം കൂടിയാണ് കേരളം. ആ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരി കൂടിയാണ് പൊന്നാനി. പൊന്നാനിയിൽ വിളക്കെത്തിക്കുക എന്ന് പറഞ്ഞൊരു പഴയ പാരമ്പര്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിളക്ക് അറിവിൻ്റെ ഒരു ശോഭനമായ ഒരു ജ്വാലയാണ്. തമസോമ ജ്യോതിർഗമയ എന്നാണ്. തമസ് പോട്ടെ ജ്യോതിസ് വരട്ടെ, തമസോമ ജ്യോതിർഗമയ. അപ്പൊ ഇവിടേക്ക് വരേണ്ടത് ജ്യോതിസാണ്. ശരിക്കും വിദ്യാ കിരണം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? വിദ്യയാണ് വെളിച്ചം. കിരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൂര്യന്റെ അരുണ കന്തളം രശ്മികൾക്കാണ് നമ്മൾ കിരണം എന്ന് പറയാറുള്ളത്. നമ്മുടെ ഉള്ളിൽ വായന വന്നാൽ, ഇനിയിപ്പോ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി പണിക്കരുടെ ദിവസമാണ്, ഓർമ്മ ദിനമാണ്. മലയാളി മുഴുവൻ വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സങ്കടമുണ്ട് പുതിയ തലമുറയുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് വായന വളരെ മരിച്ചുപോയ ഒരു തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ചില വീടുകളിൽ സന്ധ്യാനേരത്ത് എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ വലിയ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ സംഘാടകർ നമ്മളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ സിറ്റ് ഔട്ടിൽ 3-4 പത്രങ്ങൾ ചിലപ്പോൾ അവർ വരുത്തുന്നുണ്ടാകും. ഒരു പത്രം പോലും അതിൻ്റെ ഫോൾഡ് പോലും നിവർത്താതെ, മടക്ക് പോലും നിവർത്താതെ വളരെ ഫ്രഷായി പ്രഭാതത്തിൽ എങ്ങനെയാണോ വിതരണക്കാരൻ കൊണ്ടുവന്നിട്ടത് അതേ മാത്രയിൽ ഒരു ചുളിവും വരാതെ കിടക്കുന്ന ചില പത്രങ്ങളൊക്കെ ചില വീട്ടിൽ കാണാൻ കഴിയാറ്. അതോടുകൂടെ ആ വീട്ടുകാരെ പറ്റി നമുക്ക് ഒരു പ്രിഫൈസ് കിട്ടുക. ഒരു വായനയില്ല, അല്ലെ? ആരും വായിക്കണില്ല. വി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MV ബുഷ്ര, A കരീമുള്ള, AM സഫറുള്ള തുടങ്ങിയവർ സംസാരിച്ചു.